friends, it's me Priya Hariprasad. Once again, welcome back. Welcome to the world of economics. Happy to see you again. In the end, explain ചെയ്യാൻ പോകുന്നത് Kincard isochords. Kincard isochords. അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് ഐസോകോൺസ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ ഐസോകോൺസ് എന്താണ്, അതിന്റെ ടൈപ്സ്, പ്രോപ്പർട്ടീസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ടൈപ്സിനകത്ത് കിങ്കഡ് ഐസോകോൺസ് ഉണ്ട്, അപ്പൊ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്കിത് റിക്വസ്റ്റ് വന്നു, മാം ഇത് ചെയ്യാമോ എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം മാക്സിമം എല്ലാവരും കാണാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. Please support and subscribe my channel. Your support is my strength. Okay, then come let's learn together. Let's begin the class. എന്താണ് കിങ്കഡ് ഐസോകോൺസ്? അപ്പൊ ഐസോകോൺസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കറിയാം ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് various alternative combinations of two factors of production are available to the producer. Among them, if he chooses any combination, he will get the same level of output. Okay, each and every combination gives the same level of output to the പ്രൊഡ്യൂസർ. ദാറ്റ് ഈസ് ആ കർവ്, അത് ആ ലോക്കസ് ഓഫ് പോയിന്റ്സ് കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഐസോകോണ്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഇവിടെയും ഈ എന്ത് തന്നെയാണ് കാണിക്കുന്നത്, ലേബർ ക്യാപിറ്റൽ അതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് തന്നെയാണ് എന്തിനകത്ത് കാണിക്കുന്നത്, ഈ കിങ്കഡ് ഐസോകോൺസിനകത്തും കാണിക്കുന്നത്. കിങ്കഡ് ഐസോകോണിലും ഇതേപോലെ ലേബർ ആൻഡ് ക്യാപിറ്റൽ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവും, അതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഫിക്സഡ് പ്രൊപ്പോർഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ആ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ഇവിടെ കാണിക്കുന്ന ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും, ഫിക്സഡ് പ്രൊപ്പോർഷനിലായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറയാണ് 3:2 എന്ന് പറയുന്ന ഒരു പ്രൊപ്പോർഷനിലാണ് നമ്മൾ ലേബറും ക്യാപിറ്റലും ഫിക്സ് ചെയ്തതെന്ന് വെച്ചാൽ, അതായത് ക്യാപിറ്റൽ 3യും ലേബർ 2 ആണ്. അങ്ങനെ 3:2 ക്യാപിറ്റൽ ലേബർ റേഷ്യോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും, അത് ഫിക്സഡ് ആയിരിക്കും. അങ്ങനെ തന്നെയായിരിക്കും എന്ത് ഈ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. മനസ്സിലായി? അങ്ങനെ ഓരോ സ്റ്റേജ് പ്രൊഡക്ഷനിലും എന്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ഒരു ഫിക്സഡ് പ്രൊപ്പോർഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഈ ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇതിന്റെ പ്രൊപ്പോർഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് 3:2 അല്ലെങ്കിൽ 4:3 അല്ലെങ്കിൽ 10:3 അങ്ങനെ ഒരു പ്രൊപ്പോർഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പം ആ ഫിക്സഡ് പ്രൊപ്പോർഷൻ നിന്നുകൊണ്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അത് കാണിക്കുന്ന കർവാണ് എന്ന് പറയുന്നത് ഈ കിങ്കഡ് ഐസോകോണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ പ്രൊപ്പോർഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഫിക്സഡ് റേഷ്യോയിലായിരിക്കും. അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു റേഷ്യോ. അപ്പം അതല്ലാതെ നമുക്ക് പിന്നെ എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. ഒരിക്കലും ലേബറിനും ക്യാപിറ്റലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ലേബർ 3 ആണ് യൂസ് ചെയ്യാൻ തീരുമാനിച്ചു എങ്കിൽ ലേബർ അത്രയും 3 തന്നെ ഉപയോഗിക്കണം. മനസ്സിലാണ്ടോ? അതായത് 3:2 എന്ന് പറഞ്ഞാൽ പിന്നെ ആ 3:2 തന്നെ, ആ ഒരു ഫിക്സഡ് പ്രൊപ്പോർഷൻ. മനസ്സിലായല്ലോ? പിന്നെ അതേപോലെ തന്നെ ലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ പറയുന്നത് ലിമിറ്റഡ് ആണ്. എന്താണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അതായത് നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, ആ സർട്ടൻ ലിമിറ്റ് കഴിഞ്ഞാൽ ഇത് രണ്ടും എന്ത് ചെയ്യാൻ കഴിയില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. മനസ്സിലായോ? ഇതാണ് എന്തിനകത്ത് പറയുന്നത്, കിങ്കഡ് ഐസോകോണ്ടിൽ പറയുന്നത്. അപ്പോൾ ഈ കൺഫ്യൂഷൻ വരാതെ നമുക്ക് ആദ്യം തൊട്ട് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം. അപ്പം കിങ്കഡ് ഐസോകോൺസ് refers to an isocone that represents different combination of labor and capital. നമുക്കറിയാം ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും ഡിഫറെന്റ് കോമ്പിനേഷൻസ് കാണിക്കുന്ന ഐസോകോൺ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, കിങ്കഡ് ഐസോകോൺ അല്ലെ. ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും കോമ്പിനേഷൻസ് കാണിക്കുന്നു. ഇറ്റ് refers to an isocone that represents different combinations of labor and capital. First point. Then second one, the combinations of labor and capital are used in a fixed proportion. That's main point here. ഈ കോമ്പിനേഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഫിക്സഡ് പ്രൊപ്പോർഷനിലാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ദെൻ ലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഈ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ തമ്മിൽ എങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആണ്, ലിമിറ്റഡ് ആണ്. ഇവരെ ഒരു പരിധിയിലധികം ഇവരെ എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് പകരം വെക്കാൻ കഴിയില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. പ്രൊഡ്യൂസർ കനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ബിയോണ്ട് എ സർട്ടൻ ലിമിറ്റ്. ഈ ഒരു സർട്ടൻ ലിമിറ്റിന് ശേഷം ഈ ലേബറിനെയും ക്യാപിറ്റലിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയില്ല. ലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി അതെടുത്ത് പറയണം ഇതിനകത്ത്. ഇനി കിങ്കഡ് ഐസോകോൺസ് ആർ ഓൾസോ നോൺ ആസ് എന്താണ്, ആക്ടിവിറ്റി അനാലിസിസ് പ്രോഗ്രാമിംഗ് ഐസോകോൺസ്. കിങ്കഡ് ഐസോകോണിന്റെ വേറൊരു പേരാണ് ആക്ടിവിറ്റി അനാലിസിസ് പ്രോഗ്രാമിംഗ് ഐസോകോൺസ്. അതല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് ഐസോകോൺസ്. അതല്ലെങ്കിൽ എന്താ വേറൊരു പേര്, ലീനിയർ പ്രോഗ്രാമിംഗ് ഐസോകോൺസ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, എങ്ങനെയാ ചോദിക്കുന്നതെന്ന്. എന്താണ് ആക്ടിവിറ്റി അനാലിസിസ് പ്രോഗ്രാമിംഗ് ഐസോകോൺ അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് ഐസോകോണ്ടും എന്ന് പറയുന്നു. എന്തിനെ, കിങ്കഡ് ഐസോകോൺസിനെ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക്
ഒരു കാര്യം കൂടെ അതിനകത്ത് പറയാം. ദർ വുഡ് ബി ഓൺലി വൺ കോമ്പിനേഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് ലേബർ ഇൻ എ ഫിക്സഡ് പ്രൊപ്പോർഷൻ. ഒരു കോമ്പിനേഷൻ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക ഒരു ഫിക്സഡ് പ്രൊപ്പോർഷനിൽ. അത് വെച്ചിട്ട് തന്നെയായിരിക്കും എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക ഒരു സ്റ്റേജിൽ. മനസ്സിലായോ? ഓക്കെ, എന്താണ് പറയുന്നത്? ദർ വുഡ് ബി ഓൺലി വൺ കോമ്പിനേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഈ ലേബർ ആൻഡ് ക്യാപിറ്റലിന്റെ ഒരു കോമ്പിനേഷൻ ഇൻ എ ഫിക്സഡ് പ്രൊപ്പോർഷൻ. ഞാൻ പറഞ്ഞില്ല, ഒരു 3:2 അങ്ങനെ ഒരു പ്രൊപ്പോർഷൻ അവർ എടുക്കുകയാണെങ്കിൽ, ആ കോമ്പിനേഷൻ ആണെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യും ഒരു സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിൽ. മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, പിന്നെ അടുത്തത് അവർ തീരുമാനം എടുത്ത് വീണ്ടും ഒരു ഫിക്സഡ് എടുക്കുകയാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ദർ വുഡ് ബി ഓൺലി വൺ കോമ്പിനേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ ഇൻ എ ഫിക്സഡ് പ്രൊപ്പോർഷൻ. ഗോട്ട് ഇറ്റ്? ഇനി നോക്കിക്കോളൂ. ഇനി കിങ്കഡ് ഐസോകോൺസിൽ നമുക്ക് ഡയഗ്രാം കൂടെ പഠിച്ചാൽ ക്ലിയർ ആയി കാര്യം. ഇതാണ് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് കിങ്കഡ് ഐസോകോൺസ്, അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് ഐസോകോൺസ്, അല്ലെങ്കിൽ ആക്ടിവിറ്റി അനാലിസിസ് പ്രോഗ്രാമിംഗ് ഐസോകോൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹിയർ എക്സ് ആക്സിസ് റെപ്രസെന്റ്സ് ലേബർ, എക്സ് ആക്സിസ് മെഷേഴ്സ് ഓർ റെപ്രസെന്റ്സ് ലേബർ, ദെൻ വൈ ആക്സിസ് റെപ്രസെന്റ്സ് ക്യാപിറ്റൽ. നോക്കിയോളൂ, ഇവിടെ ഒറിജിനിൽ നിന്നും 4 ലൈൻസ് പോകുന്നുണ്ട്. അത് പ്രൊഡക്ഷന്റെ ഓരോ സ്റ്റേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഈ OA, OB, OC ആൻഡ് OD എന്ന് പറയുന്നത് ഓരോ ഐസോകോൺസ് ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിൽ അവർ തീരുമാനിച്ച ഫിക്സഡ് പ്രൊപ്പോർഷനെ കാണിക്കാനുള്ളതാണ്. ഇപ്പൊ OAയില് 10:2 എന്ന് പറയുന്ന റേഷ്യോ ആണ് എടുത്തിരിക്കുന്നത് അവര്. അതേപോലെ തന്നെ OBയില് 6:3, OCയില് 4:6 ആൻഡ് ODയില് 3:10. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ OA എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജ്, ഈ ഐസോകോൺ ഈ സ്റ്റേജ് ഉണ്ടല്ലോ, അവിടെ എന്താ കാണിക്കുന്നത് എന്ന് വെച്ചാല് 10:2 എന്ന് വെച്ചാൽ 10 ക്യാപിറ്റലും 2 ലേബർ, 10 യൂണിറ്റ്സ് ക്യാപിറ്റലും 2 യൂണിറ്റ്സ് ലേബറും. OBയില് 6 യൂണിറ്റ്സ് ക്യാപിറ്റലും 3 യൂണിറ്റ്സ് ലേബറും. ദെൻ OCയില് 4 യൂണിറ്റ്സ് ക്യാപിറ്റൽ 6 യൂണിറ്റ്സ് ലേബർ. ODയില് 3 യൂണിറ്റ്സ് ക്യാപിറ്റൽ ആൻഡ് 10 യൂണിറ്റ്സ് എന്താണ്, ലേബർ. ഓക്കെ, ഇനി അത് എങ്ങനെയാണ് നമ്മൾ നോക്കാം. ഇവിടെ നോക്കിക്കോളൂ, OA എന്ന് പറയുന്നത് അല്ലെ, ഇവിടെ നോക്കി 10ന്റെ നേർക്കല്ലേ, അപ്പൊ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ 10 യൂണിറ്റ്സ്, 10:2. ഇവിടെ ഇല്ലേ നോക്കി, അപ്പൊ അതിന്റെ നേർക്ക് താഴെ ലേബർ എത്രയാണ്, ഇത്രയും. ഓക്കെ, മനസ്സിലായോ? ഇനി നോക്കിക്കോളൂ നെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് OBയിൽ എന്താണ് സംഭവിക്കുന്നത്? OB എന്ന് പറയുന്ന ആ പോർഷനിൽ എന്താണ് കാണിക്കുന്നത്? OBയില് 6:3 ആണ്. അതാണ്ടോ 6ന് നേർക്കല്ലേ വന്നിരിക്കുന്നത്. 6:3 ഏകദേശം ഇവിടെയല്ലേ വരിക. ഓക്കെ, 3യുടെ ഇവിടെയല്ലേ വരിക. ഓക്കെ, 6:3. ഇനി അടുത്തത് 4:6 OCയില് 4:6 അല്ലെ, ഇവിടെ 6 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 6ന്റെ താഴെ വന്നു ലേബർ 6ഉം ക്യാപിറ്റല് 4ഉം. അടുത്തത് എന്താണ്? ODയിൽ എന്താണ്? 3:10. 3:10 എന്ന് പറഞ്ഞാൽ എന്താണ് എവിടെ കാണിക്കുന്നത്? ഇവിടെ 3 ഇവിടെ ആയിരിക്കും ഏകദേശം 3:10. മനസ്സിലായോ? എങ്ങനെ? അപ്പൊ നമ്മൾ ഇത് ജോയിൻ ചെയ്യുന്നത്, അപ്പൊ ഓരോ ഫിക്സഡ് പ്രൊപ്പോർഷൻ ഫിക്സ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഐസോകോൺസിന് എങ്ങനെ ഒരു ഷേപ്പ് വരുന്നു? കിങ്കഡ് പറഞ്ഞാൽ എന്താണ്? ഒടിവ് എന്നാണ് അർത്ഥം. കിങ്കട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒടിവ് എന്നാണ് കൃത്യം മലയാളത്തിൽ. ഒരു ഒടിഞ്ഞ പോലെ വരുന്നില്ലേ? മനസ്സിലായത്? ഇവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ പോകുന്നില്ലേ? അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്, കിങ്കട്ട് ഐസോകോൺ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ അത് കാണിക്കുന്ന ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പം എത്ര ഓരോ ഫിക്സഡ് പ്രൊപ്പോർഷൻ അവർ യൂസ് ചെയ്യുന്നു, അപ്പം ആ ഫിക്സഡ് പ്രൊപ്പോർഷൻ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നു. ഓക്കെ, അപ്പൊ ഈ ലൈനിൽ ഫുള്ളും ആ ഫിക്സഡ് പ്രൊപ്പോർഷൻ, ഈ സ്റ്റേജിന് ഫുള്ളും ഈ രണ്ടാമത്തെ പ്രൊപ്പോർഷൻ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഈ കിങ്കഡ് ഐസോകോണിന്റെ ഷേപ്പ് എടുക്കുന്ന സമയത്ത് എന്താണ് വരുന്നത്? കിങ്കഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒടിവ് അല്ലേ, ഇങ്ങനെ സ്ട്രൈറ്റ് വന്നു, പിന്നെ ഇങ്ങോട്ടേക്കായി ഒരു ഒടിവ് പോലെ ഫീൽ ചെയ്യുന്നില്ലേ? അത് തന്നെയാണ് കിങ്കഡ് ഐസോകോൺ. ഓക്കെ, അപ്പൊ ഈ കിങ്കഡ് ഐസോകോണിൽ ഓരോ സ്റ്റേജ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓരോ ഇതിലും നമുക്ക് എന്താണ് കാണിച്ചു തരുന്നത്? ലേബറുടെയും ക്യാപിറ്റലിന്റെയും ആ ഫിക്സഡ് റേഷ്യോ കാണിച്ചു തരുന്നുണ്ട്. അത് തന്നെയാണ് ആ ലൈനിൽ അവർ ഫോളോ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെ ഫോളോ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തു, എന്നിട്ട് അതിനെല്ലാം യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജോയിൻ ചെയ്യുമ്പോൾ കിങ്കഡ് ഐസോകോൺസ് കിട്ടും. അതിനൊരു കിങ്കഡ് ഇങ്ങനെ ഒടിവ് വരും. അതാണ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഇനി ഡിഫറെന്റ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ആർ ഡിഫറെന്റ് ഫിക്സഡ് കോമ്പിനേഷൻസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഇത് ഓരോന്നും എന്താ പറയുന്നത്? ഓരോ പ്രൊഡക്ഷൻ ടെക്നിക്സ് ആണ്. ഓക്കെ, ഓരോന്നിനും ഓരോ പ്രൊഡക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നു, ഓരോ റേഷ്യോ ഉപയോഗിക്കുന്നു, ഓരോ പ്രൊപ്പോർഷൻ ഉപയോഗിക്കുന്നു. അതെല്ലാം ഫിക്സഡ് പ്രൊപ്പോർഷൻ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഡിഫറെന്റ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ആർ ഡിഫറെന്റ് ഫിക്സഡ് കോമ്പിനേഷൻസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പൊ ഒരു ഫിക്സഡ് കോമ്പിനേഷൻ ഓഫ് ലേബർ ആൻഡ്
ഫിക്സഡ് പ്രൊപ്പോർഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ അതിന്റെ കോമ്പിനേഷൻസ് ആണ് ഓരോ ഡിഫറെന്റ് പ്രൊഡക്ഷൻ ടെക്നിക്സിലും കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഓരോ പ്രൊഡക്ഷൻ ടെക്നിക് ആയിട്ടാണ് OA, OB, OC, OD അതാണ് നമ്മൾ അങ്ങനെയാണ് അത് കൺസിഡർ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം കിങ്കഡ് ഐസോകോൺ എന്ന് പറഞ്ഞാൽ ഐസോകോൺസിൽ ഒരു കിങ്കഡ് ഒടിവ് എന്ന ഷേപ്പ് വരുന്നു. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഫിക്സഡ് പ്രൊപ്പോർഷൻ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ലിമിറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ആണ്, ഇതാണ് കാരണം. ഓക്കെ, അങ്ങനെ വരുന്ന ഇതിനെയാണ് കിങ്കഡ് ഐസോകോൺ എന്ന് പറയുന്നത്. അപ്പൊ 2 പ്രാവശ്യം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നോട്ട്സും പോയിന്റ്സും എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഡയഗ്രാം വരച്ച് നോക്കുക. ആ ഒരു പ്രൊപ്പോർഷൻ കറക്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ. അതാണ് വ്യത്യാസം. ഇവിടെയും സെയിം ആയിട്ട് വാല്യൂസ് സെയിം ആയിട്ട് കിട്ടണം. നിങ്ങൾ എന്താണോ കൊടുക്കുന്ന വാല്യൂ അത് സെയിം ആയിട്ട് കിട്ടണം. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ.